അതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു, അവിടെ പാർട്ടിയുടെ പങ്കിനെക്കുറിച്ച് പറയുകയായിരുന്നു. ഇത് നമ്മൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാം. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കണ്ണൂരിലും മറ്റും കാലാകാലങ്ങളായി. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ അറുതി വന്നിട്ടുണ്ട് കാര്യമായി തന്നെ. ഇപ്പോൾ വലിയ കാര്യങ്ങൾ നടക്കുന്നില്ല, അങ്ങനെ ആളുകളെ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ താങ്കൾ പറയുകയുണ്ട്. ഏതായാലും ഇതിനൊരു അന്ത്യം വരണം. ഈ ടി പി ചന്ദ്രശേഖരൻ വധത്തിൻ്റെ നിയമപോരാട്ടം, രമ നടത്തുന്ന നിയമപോരാട്ടം നിരവധി ആളുകൾ ശിക്ഷിക്കാൻ കാരണമായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇതിനൊക്കെ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകണ്ടേ? അല്ലെ, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അതിന്റെ ഒരു എസൻസ് എന്ന് പറഞ്ഞാല് അതിന് എപ്പോഴും ഒരു ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടർ ഉണ്ടാകും. ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ പലയിടത്തും ഹിന്ദുത്വവാദികൾ പലരെയും കൊലപ്പെടുത്തുന്ന സമയത്ത് അവർ കൊടുത്ത സന്ദേശം അതായിരുന്നു, ഗൗരി ലങ്കേഷിനെ കൊന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ പ്രവർത്തിച്ചാൽ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള. അതുപോലെ തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ പാർട്ടിക്കെതിരെ, പാർട്ടിയുടെ നയവ്യതിയാനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സന്ദേശം ഇതാണ്, നിങ്ങളിങ്ങനെ പെരുമാറിയാൽ നിങ്ങളെ ശരിപ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനത്തെ സന്ദേശങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകാര്യമല്ല എന്ന പാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾ ഒരു പരിധിവരെ അത്തരത്തിലുള്ള സമീപനങ്ങളാണ് ശരി എന്ന് വിശ്വസിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതാണ് ഈ സംഭവത്തിന്റെ ഒരു രാഷ്ട്രീയ പാഠം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഇതിന്റെ ഈ ആരോപണം എന്ന് പറയുന്നത്, നമ്മൾ ഷാജിയുടെ ആരോപണം എന്ന് പറയുന്നത്, ഷാജിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് പറയാമായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കുഞ്ഞനന്തം മരിച്ചപ്പോൾ. അത് കഴിഞ്ഞ് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഷാജി എന്ന് പറയുമ്പോൾ സാമാന്യ യുക്തിയുള്ള മനുഷ്യർക്കെല്ലാം അതിനകത്ത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കല്ല രാഷ്ട്രീയത്തിനാണ് കൂടുതൽ മണമുള്ളതെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു കാരണവശാലും നടക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് വളരെ വ്യക്തമായ ഒരു ജനാധിപത്യ സംവിധാനം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് കൂടുതൽ സമത്വപൂർണമായിട്ടുള്ള, കൂടുതൽ അവകാശങ്ങളുള്ള, കൂടുതൽ മനുഷ്യത്വപൂർണമായിട്ടുള്ള ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും പോരാട്ടങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അത് കത്തികൊണ്ട് അറുത്തെറിയാം എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം, അധികാര ധാർഷ്ട്യം, ഏത് അധികാരമായാലും അതിനെ ചെറുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സന്ദേശമാണ് ഈ കൊലപാതകവും അതിനെ തുടർന്ന് സംഭവിച്ച പോരാട്ടങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ വീണ്ടും അന്വേഷണം നടത്തുന്നത് നല്ലത് തന്നെയാണ്. ഇതിലല്ല, ഇതേപോലെയുള്ള ഏത് സംഭവങ്ങളിലും കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതിന് സഹായകരമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടത്തപ്പെടേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയം ഉണ്ടാവും, രാഷ്ട്രീയം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയമാണ് അവർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആ രാഷ്ട്രീയത്തിനനുസരിച്ച് കാര്യങ്ങൾ അവർ ചമയ്ക്കും, അവർ വരയ്ക്കും, നമ്മൾ കാണും, നമ്മൾ കേൾക്കും എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വ്യക്തമായിട്ട് തിരിച്ചറിയപ്പെടുക, അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും കുറ്റവാളികളാണ് എന്ന് സമൂഹത്തിന് വിചാരണ ചെയ്യാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നതാണ്, ഓരോ വ്യക്തി അവരവരുടെ അഭിപ്രായങ്ങളെല്ലാം പ്രകടമാക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സത്യാന്വേഷികളല്ലല്ലോ ഇവരാരും. സത്യാന്വേഷണമല്ല ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് എങ്ങനെ ഓരോ കാര്യങ്ങളെയും ആയുധമാക്കാം എന്നുള്ളതാണ്. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് സത്യാന്വേഷണം തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരെല്ലാമാണ് ഉണ്ടായിരുന്നത്, അവരേതെല്ലാം രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത്, അവരെയൊക്കെ വെളിക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, വെളിച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് കൂടുതൽ അന്വേഷണങ്ങളുടെ സാധ്യതകളാണ്. അതുണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് കാര്യത്തിൽ അഭിപ്രായം പറയാം. ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ്